പ്രിയമുള്ള കുഞ്ഞുമക്കളെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. അമ്മയുടെ സ്നേഹം പോലെ അച്ഛൻ്റെ കരുതലിൻ്റെ കഥ കേൾക്കൂ. മിങ്കൻ കങ്കാരു. മിന്നാരം കാട്ടിലെ കുരങ്ങൻ കൂട്ടങ്ങൾ പാർക്കുന്ന ആൽമരക്കൊമ്പുകളിൽ ഈയിടെയായി പരിഹാസ ചിരികൾ ഉയരാറുണ്ട്. മിങ്കൻ കുരങ്ങൻ കടന്നു പോകുമ്പോഴാണ് മറ്റു കുരങ്ങന്മാർ കുശുകുശക്കുന്നതും ഉറക്കെ ചിരിക്കുന്നതും. ദേ പോകുന്നു കങ്കാരു, കങ്കാരു, കങ്കാരു കുരങ്ങ് എന്നവർ വിളിച്ചു പറയുമ്പോൾ മിങ്കൻ അത് കേട്ടതായി നടിക്കില്ല. സാധാരണയായി കുരങ്ങൻ കുട്ടികൾ അമ്മയുടെ പുറത്തോ വയറ്റിലോ തൂങ്ങിക്കിടന്നാണ് യാത്ര ചെയ്യാറ്. എന്നാൽ മിങ്കൻ തൻ്റെ പിഞ്ചു കുഞ്ഞിനെ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചാണ് നടക്കുന്നത്. മിങ്കൻ്റെ പ്രിയതമ പ്രസവത്തിന് പിന്നാലെ കഠിനമായ പനി ബാധിച്ച് തളർന്നു പോയപ്പോൾ നിസ്സഹായനായ ആ അച്ഛൻ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ കണ്ടെത്തിയ വഴിയായിരുന്നു ഇത്. ഒരു അമ്മ കങ്കാരു കുഞ്ഞിനെ നെഞ്ചിലെ സഞ്ചിയിൽ കാത്തു സൂക്ഷിക്കുന്നത് പോലെ അവൻ തൻ്റെ കുഞ്ഞിന് കാവലായി. നിത്യവും ഇവരുടെ പരിഹാസം കേട്ട് സഹിക്കവയ്യാതെ ഒരു ദിവസം കൂട്ടത്തിലെ മുതിർന്ന താമി മുത്തശ്ശി ഇടപെട്ടു. കളിയാക്കി ചിരിച്ചവരെയെല്ലാം അടുത്ത് വിളിച്ച് ശാന്തമായി ഗൗരവത്തിൽ മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവനെ പരിഹസിക്കുന്നത്? ഒരു കുഞ്ഞിനെ വളർത്തുക എന്നത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്വമല്ല, അച്ഛൻ്റേതു കൂടിയാണ്. അമ്മയ്ക്ക് വയ്യാതെ വരുമ്പോൾ ആ ചൂട് നൽകാൻ അച്ഛൻ മുന്നോട്ട് വരുന്നതിൽ എന്താണ് തെറ്റ്? കുഞ്ഞിനെ മാതാപിതാക്കളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന രീതി അവരും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ദൃഢമാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇതൊരു കങ്കാരു സംരക്ഷണ രീതിയാണ്. മുത്തശ്ശി ആ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ മറ്റു കുരങ്ങന്മാർ അത്ഭുതത്തോടെ കേട്ടുനിന്നു. അച്ഛൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് കിടക്കുന്നത് കുഞ്ഞിൻ്റെ ശരീരതാപം നിലനിർത്താനും ഹൃദയമിടിപ്പും ശ്വസനവും ക്രമപ്പെടുത്താനും സഹായിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ കരുതൽ കുഞ്ഞിൻ്റെ ശരീരഭാരം വർദ്ധിപ്പിക്കാനും അണുബാധകളിൽ നിന്ന് രക്ഷിക്കാനും കാരണമായി. മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടതോടെ കളിയാക്കിയവരുടെ തലകൾ ലജ്ജയോടെ താഴ്ന്നു. മിങ്കൻ തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മരക്കൊമ്പുകളിലൂടെ ചാടിപ്പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ അത് വെറുമൊരു കാഴ്ചയല്ലെന്നും അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ കരുത്താണെന്നും അവർക്ക് മനസ്സിലായി. സ്നേഹത്തിന് ലിംഗഭേദമില്ലെന്നും കരുതലിൻ്റെ ആ വലിയ സഞ്ചിയിൽ അച്ഛനും അമ്മയും തുല്യരാണെന്നും പഠിച്ച അവർ പിന്നെ ആരെയും കളിയാക്കിയിട്ടില്ല.